കായംകുളം നഗരത്തിൽ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാൻ എന്ന പേരിൽ ബംഗളൂരു കേന്ദ്രമായ കമ്പനിക്ക് 27 ലക്ഷം രൂപ നടപടിക്രമങ്ങൾ പാലിക്കാതെ മുൻകൂറായി നഗരസഭ അധികൃതർ നൽകിയത് തികഞ്ഞ കെടുകാര്യസ്ഥതയും വൻ അഴിമതിയുമാണെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ ടി സൈനുലാബുദ്ദീൻ, ചിറപ്പുറത്ത് മുരളി എന്നിവർ ആരോപിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ രാജിവെച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും ഇതിന് കൂട്ടുനിന്ന സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ തിങ്കളാഴ്ച നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു. കായംകുളം നഗരത്തിൽ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാൻ എന്ന പേരിൽ നഗരസഭാ കൗൺസിലിന്റെയോ ധനകാര്യ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ സ്ഥിരസമിതി അധ്യക്ഷന്മാരുടെയോ അറിവില്ലാതെ 2 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കുന്നതിന് ബാംഗ്ലൂരു കേന്ദ്രമായ കമ്പനിക്ക് 27 ലക്ഷം രൂപ നടപടിക്രമങ്ങൾ പാലിക്കാതെ മുൻകൂറായി നൽകിയത് തികഞ്ഞ കെടുകാര്യസ്ഥതയും വൻ അഴിമതിയുമാണെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ ടി സൈനുലാബുദ്ദീൻ, ചിറപ്പുറത്ത് മുരളി എന്നിവർ ആരോപിച്ചു. കായംകുളം നഗരസഭയിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന വലിയൊരു അഴിമതിയെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ നഗരസഭാ അധ്യക്ഷ വഴിവിട്ടെടുത്ത ഈ തീരുമാനത്തിനെതിരെ നഗരസഭാ അധ്യക്ഷ രാജിവെച്ച് അതിന് കൂട്ടുന്ന നഗരസഭാ സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തുകൊണ്ടും സമഗ്രമായ ഒരു വിജിലൻസ് അന്വേഷണമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായി കായംകുളം നഗരസഭയിൽ നടന്നിട്ടുള്ള എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ചും സമഗ്രമായ ഒരു വിജിലൻസ് അന്വേഷണം നടത്തിയാൽ ഞെട്ടിപ്പിക്കുന്ന അഴിമതി കഥകൾ പുറത്തു വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഭരണസ്വാധീനം ഉപയോഗിച്ച് നഗരസഭയിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി നടന്നിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ അഴിമതികൾ ഒന്നൊന്നായി പുറത്തു വരേണ്ട അനിവാര്യത ഇപ്പോൾ നിലനിൽക്കുന്നു. നഗരസഭാ അധ്യക്ഷയുടെ തൻപോരിമയും CPM-ന്റെ ധാർഷ്ട്യവും ഇക്കാര്യത്തിൽ മറനീക്കം പുറത്തു വന്നിരിക്കുകയാണ്. ഇതിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മെയ് 19 തിങ്കളാഴ്ച രാവിലെ കായംകുളം നഗരസഭയിലേക്ക് വമ്പിച്ച പ്രതിഷേധ മാർച്ച് നടത്തുന്നു. കായംകുളത്തെ ജനങ്ങളെ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് ഈ കൊടിയ അഴിമതിക്കെതിരായി ശക്തമായ പ്രതിഷേധ സമരങ്ങളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDF-ഉം മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ സൂചനാ സമരമാണ് 19 കായംകുളം നഗരസഭയിലേക്ക് നടക്കുന്നത്. ഈ മാർച്ച് KPCCയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്യും. കായംകുളം നഗരസഭാ പരിധിയിൽ സഞ്ചരിക്കുന്ന ശുചിമുറി പ്ലാന്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കായംകുളത്തെ നഗരസഭ തീരുമാനമില്ലാതെ പ്ലാന്റിന് അഡ്വാൻസ് നൽകിയ നടപടി നിയമവിരുദ്ധവും ക്രമവിരുദ്ധവുമാണ്. ഇത്തരമൊരു അഴിമതി നടത്താൻ നഗരസഭാ ഭരണത്തെ പ്രേരിപ്പിച്ച ഘടകമെന്തെന്നുള്ളത് ഭരണകക്ഷിക്ക് പോലും മറുപടിയില്ലാത്ത കാര്യമാണ്. ഭരണകക്ഷി അംഗങ്ങൾ പോലും ചോദ്യം ചെയ്യുന്ന ഈ നടപടി അഡ്വാൻസ് കൊടുത്ത തുക അഴിമതിക്ക് വിനിയോഗിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കേണ്ടത്. അത്തരം ഒരു കൊടിയ അഴിമതിയെ സംബന്ധിച്ച് സമഗ്രമായ ഒരു വിജിലൻസ് അന്വേഷണം നടത്തുകയും ഈ അഴിമതിക്ക് നേതൃത്വം കൊടുത്ത നഗരസഭാ ചെയർപേഴ്സൺ രാജിവെക്കണമെന്നുള്ളതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആവശ്യം. അതോടൊപ്പം തന്നെ ഈ അഴിമതിക്ക് ക്രമവിരുദ്ധമായും ചട്ടവിരുദ്ധമായും പണം നൽകുന്നതിന് മുൻകൈയെടുത്ത നഗരസഭാ സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്ത് വെളിയിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു വിജിലൻസ് അന്വേഷണം അനിവാര്യമാണെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നഗരസഭാ ചെയർപേഴ്സന്റെ ഏകപക്ഷീയമായ നിലപാടിനെ എതിർത്ത് ഭരണ പ്രതിപക്ഷ കക്ഷിഭേദമില്ലാതെ അംഗങ്ങൾ രംഗത്ത് വന്നിട്ടും ഇതിനെതിരെ ഒരക്ഷരം പോലും ഉരിയാടാത്ത CPM-ന്റെ നേതൃത്വത്തിന്റെ നിലപാട് ദുരൂഹത നിറഞ്ഞതാണെന്നും നേതാക്കൾ ആരോപിച്ചു. നഗരസഭയ്ക്ക് ശുചിമുറി മാലിന്യ സംസ്കരണ യൂണിറ്റ് സ്ഥാപിക്കാൻ മതിയായ സ്ഥലം ഉണ്ടായിരിക്കെ മൊബൈൽ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റിന് ചെയർപേഴ്സൺ ധൃതി പിടിച്ച് വഴിവിട്ട് തീരുമാനമെടുത്തത് അഴിമതി ലക്ഷ്യം വെച്ച് മാത്രമാണെന്നും കൗൺസിലിൽ ചർച്ച ചെയ്യാതെ ആണ് മുന്നോട്ട് പോകുന്നതെന്നും നേതാക്കൾ പറഞ്ഞു. ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയിരിക്കുകയാണ് നഗരസഭാ ചെയർപേഴ്സണെന്നും രാജിവെച്ച് വിജിലൻസ് അന്വേഷണം നേരിടണമെന്നും ഇതിന് എല്ലാം കൂട്ടുനിന്ന നഗരസഭാ സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. മെയ് 19 രാവിലെ 10 മണിക്ക് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ശ്രീകുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്യുമെന്നും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാർ പറഞ്ഞു. UDF കൺവീനർ AM കബീറും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.